ADGP എച്ച് വെങ്കടേഷ് ശബരിമലയിലേക്ക് ഇന്നോ നാളെയോ ശബരിമല സന്ദർശിക്കും. സന്നിധാനത്ത് തുടരുന്ന SIT അംഗങ്ങളെ കാണുകയും SIT ശേഖരിച്ച രേഖകളും പരിശോധിക്കുകയും ചെയ്യും. അതേസമയം സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ഹൈദരാബാദിലും നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ നാഗേഷിലേക്കാണ് അന്വേഷണം നീളുന്നത്. ബംഗളൂരുവിൽ നിന്ന് പാളികൾ കൊണ്ടുപോയത് നാഗേഷിന്റെ സ്ഥാപനത്തിലേക്കാണെന്നും സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് നാഗേഷ് ആണെന്നുമാണ് വിവരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പ്രത്യേക അന്വേഷണ മേൽനോട്ടത്തിന്റെ ചുമതല ADGP എച്ച് വെങ്കടേഷിനാണ്. അദ്ദേഹം ശബരിമലയിലേക്ക് ഇന്നോ നാളെയോ തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും എച്ച് വെങ്കടേഷ് പരിശോധിക്കുക? അതോടൊപ്പം ഈ സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണം ഹൈദരാബാദിലേക്ക് നീളുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. രണ്ടുമായും ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. തീർച്ചയായും രോഹിണി, ADGP എച്ച് വെങ്കടേഷ് ശബരിമലയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നോ നാളെയുമായി അവിടെ എത്തും, അല്ലെങ്കിൽ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും SIT അന്വേഷണ സംഘത്തെ അദ്ദേഹം കാണും. അതോടൊപ്പം തന്നെ ശേഖരിക്കപ്പെട്ട തെളിവുകളും വിവരങ്ങളും ഒക്കെ തന്നെയും വിലയിരുത്തും. അതോടൊപ്പം തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ രാഷ്ട്രപതിയുടെ വരവുമുണ്ട്. അതിനെ സംബന്ധിച്ച് സുരക്ഷാ കാര്യങ്ങളിലും ക്രമീകരണങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നോ നാളെയോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശബരിമലയിൽ എത്തും എന്നൊരു വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. പ്രധാനമായും ഈ നാഗേഷ് വഴിയാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി അവിടെ എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ നാഗേഷ് വഴിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മാസത്തോളം ഇതവിടെ സൂക്ഷിച്ചതും നാഗേഷ് ആണ് എന്നൊരു തെളിവ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും SIT സംഘം നാഗേഷിനെ ചോദ്യം ചെയ്യും എന്നൊരു വിവരം കൂടി നിലവിൽ നമുക്ക് ലഭിക്കുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഈ സംഭവം ചെയ്യാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇന്നലെ P പ്രശാന്ത് ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഭക്തർക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ദേവസ്വം ബോർഡ് എന്നാണ് P പ്രശാന്ത് ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് രോഹിണി. പക്ഷേ ഒറ്റയ്ക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു കവർച്ച ചെയ്യുവാൻ കഴിയില്ല എന്ന കണ്ടെത്തലിൽ തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഹൈദരാബാദിലേക്ക് നീങ്ങുന്നു. സുഹൃത്തായ നാഗേഷിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങുന്നു. നാഗേഷിനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു മാസത്തോളം സ്വർണം അവിടെ സൂക്ഷിച്ചു എന്ന വെളിപ്പെടുത്തലിലേക്കും കണ്ടെത്തലിലേക്കും അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിക്കുകയാണ് രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.